ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സ്പേർട്ട് ഡോക്ടർ KG താര നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. മാഡം, ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. സൂര്യാഘാതമേറ്റൊരു മരണം കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി സംസ്ഥാനത്തെ ചൂട് അതിങ്ങനെ കൂടി തന്നെ നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സൂര്യാഘാതമേറ്റുള്ളൊരു മരണം എന്ന രീതിയിൽ വാർത്ത പുറത്തു വരുന്നത്. എത്രമാത്രം സീരിയസ് ആണ് നിലവിലെ കാര്യങ്ങൾ സംസ്ഥാനത്ത്? ഒപ്പം തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അത് കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടോ? ഒപ്പം എന്തൊക്കെ കാര്യങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു? ഈ ജാഗ്രത ഇത് വളരെ ഖേദകരമാണ്. ഈ മരണത്തിൽ അനുശോചിക്കുന്നു ആദ്യം. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജാഗ്രതാ നിർദ്ദേശങ്ങള് പുറപ്പെടുവിക്കുന്നുണ്ട് സർക്കാർ. പക്ഷേ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റാത്ത വിധം ഉള്ള ജോലികൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ള ബോധ്യപ്പെടലുകളും നമുക്ക് ഉണ്ടാവണമല്ലോ. ഇപ്പൊ ട്രാഫിക് പോലീസ് അവർക്ക് വെളിയിൽ നിന്ന് തന്നെ വേണം, ഈ വെയിലത്ത് നിന്ന് തന്നെ വേണം അവര് ജോലി ചെയ്യാൻ. അവർക്ക് ഒരു മറയോ ഒരു തണലോ ഒന്നും ഇല്ലാത്ത ഒരു സംവിധാനം ആണ് അവിടെ ഉള്ളത്. പോലീസുകാരെ പുറത്തിറങ്ങി പണി ചെയ്യേണ്ട ആളുകളാണ് സാധാരണ. പിന്നെ ഈ പുറംപണിക്ക് പോകുന്ന ആളുകൾ, ഇങ്ങനെ ഗാർഹിക തൊഴിലാളികൾ, ഈ യാത്ര ചെയ്യേണ്ടി വരുന്ന സാധാരണ ഉദ്യോഗസ്ഥർ എല്ലാവരും യാത്ര ചെയ്യേണ്ടി വരുന്ന ആളുകളാണ്. റോഡിലും വെയിലത്തും ഒക്കെ നിൽക്കേണ്ടി വരുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് നമുക്ക് ചുറ്റിലുമുണ്ട്. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചുറ്റുമുള്ളവരും കൂടെ നിൽക്കുന്നവരും യാത്രികരും ഒക്കെ ഒന്ന് ശ്രദ്ധയോടുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഒരു പക്ഷേ ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ഒരാള് പെട്ടെന്ന് ബോധരഹിതനായി വെയിലത്ത് നിൽക്കുന്ന ഒരാള് അല്ലെങ്കിൽ വെയിൽ കൊള്ളുന്ന ഒരാള് അങ്ങനെ വീണ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ സൂര്യാഘാതമാകാം എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോഴത്തെ കാലത്ത്. അപ്പോ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇവരെ തണലത്തേക്ക് മാറ്റി കിടത്തുകയാണ് ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാൽ പൾസ് നോക്കാൻ നമുക്ക് അറിയുമെങ്കിൽ പൾസ് ഒന്ന് ശ്രദ്ധിച്ചാൽ തരക്കേടില്ല. ഈ പൾസ് ഒന്നും അതിന്റെ ക്രമാനുഗതമായിട്ടല്ല അത് മിടിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ഇവരുടെ തല അല്പം താഴ്ത്തി വെച്ചുകൊണ്ട് കാലിന്റെ ഭാഗം ഒന്ന് ഉയർത്തി കൊടുത്തതിന് ശേഷം ഒരു ശകലം നേരം കഴിയുമ്പോൾ ഈ രക്തപ്രവാഹം ബ്രെയിനിലേക്ക് അത് വരികയും ആളുകളുടെ ബോധം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ KG താര, ഇവിടെ ഒരു സംശയം വളരെ പ്രധാനപ്പെട്ടതുള്ളത് ഈ സൂര്യാഘാതവും സൂര്യാതപവും തമ്മിലുള്ള വ്യത്യാസം അത് പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേസുകൾ സൂര്യാതപമാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിപ്പോൾ സൂര്യാഘാതവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് അത്യന്തം ഗൗരവമേറിയ വിഷയമല്ലേ? സൂര്യാഘാതവും സൂര്യാതപവും തമ്മിൽ വ്യത്യാസമായിട്ട് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം ഒരു ലക്ഷണം, ഈ സൂര്യാഘാതത്തിൽ വേർപ്പുണ്ടാകില്ല. സാധാരണഗതിയിൽ വേർക്കില്ല. ഈ ഇതിൽ പെട്ടുപോകുന്ന ആൾ വേർക്കുകയില്ല. മറ്റേതിലാണെങ്കിൽ ധാരാളം വേർക്കുന്നത് കാണാം. സൂര്യാതപം ആണെങ്കിൽ സൂര്യാഘാതത്തിൽ പൊള്ളലേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോ ഈ വേർക്കുന്നുണ്ടോ, ഈ കിടക്കുന്ന ആള് ഒരുപാട് വേർത്തിട്ടുണ്ടെങ്കിൽ അത് സൂര്യാതപം ആവാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഈ കാല് പൊക്കി വെക്കുക അത് ഒരു മാർഗം. പിന്നെ കണ്ണ് തുറന്നതിന് ശേഷം, അതായത് ബോധം വീണ്ടെടുത്തതിന് ശേഷം ആദ്യം ഈ വെള്ളം ഒഴിച്ച് ഇവരുടെ ശരീരം ഒന്ന് തണുപ്പിക്കുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ പരിധിവരെ ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. ഈ കാല് പൊക്കി വെക്കുക, പിന്നെ ബോധം തിരിച്ചു വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാൻ ഈ കക്ഷത്തിലും നമ്മുടെ തുടയിടും കഴുത്തിന്റെ 2 വശത്തും നനഞ്ഞ ടവല് ഒന്ന് നനഞ്ഞ ടവലോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ തൂവാല ഒന്ന് വെള്ളത്തിൽ നനച്ച് ഈ കക്ഷത്തിന്റെ അടിയിൽ വെക്കുന്നതും പെട്ടെന്ന് ഈ ചൂടൊന്ന് കുറയ്ക്കാനായിട്ട് അവരുടെ ജീവൻ തിരിച്ചു പിടിക്കാനായിട്ടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഈ ഫസ്റ്റ് എയ്ഡ്, ഈ പ്രഥമ ശുശ്രൂഷയിലെ ചില കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചാൽ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകളെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുകയും വേണം. നമ്മൾ മിക്ക സമയം നമ്മൾ ഫോണിലാണ്. ആ ഫോണ് ഒന്ന് മാറ്റി വെക്കേണ്ട സമയമായിരിക്കുന്നു എന്നും കൂടി നമ്മൾ ഒന്ന് ഓർക്കണം. ചുറ്റും ഒന്ന് നോക്കുകയും ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണം. വ്യക്തമാണ് ഡോക്ടർ KG താര. നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചത്. വളരെ വിശദമായി തന്നെ എന്താണ് സൂര്യാഘാതമെന്നും എന്താണ് സൂര്യാതപമെന്നും വ്യക്തമാക്കി തന്നിട്ടുണ്ട് ഡോക്ടർ KG താര. ഡിസാസ്റ്റർ മാനേജ്മെന്റ് എക്സ്പെർട്ടാണ്. അതോടൊപ്പം തന്നെ എന്താണ് ഇതെന്നുള്ള വ്യത്യാസവും അത് എങ്ങനെ കണ്ടെത്താൻ കഴിയും വളരെ എളുപ്പത്തിൽ എന്നുകൂടി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. സൂര്യാഘാതം അത് അത്യന്തമേൽ കുറച്ചുകൂടി ഗൗരവമേറിയ ഒരു സാഹചര്യമാണ്. ആ ഘട്ടത്തിൽ ശരീരത്തിന്റെ ഊഷ്മാവ് ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ടാകും. ഒപ്പം തന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് ചരമ
ചർമ്മം വരണ്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവും, വേർപ്പുണ്ടാവില്ല. പക്ഷേ സൂര്യാതപമാണെങ്കിൽ കൂടുതൽ വേർപ്പുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് സൂര്യാതപമാണെന്നുള്ളത്. സൂര്യാതപം എന്നത് കുറച്ചുകൂടി കാഠിന്യം കുറഞ്ഞ അവസ്ഥയാണ്. അത്രമേൽ ഗൗരവമേറിയ വിഷയമാണ് ഈ സൂര്യാഘാതം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് രണ്ടും തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇനിയുള്ള കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിൽ ചൂട് കൂടുന്നൊരവസ്ഥ അത് സംസ്ഥാനത്തുണ്ടാകും. ഇപ്പോൾ തന്നെ ഉഷ്ണതരംഗത്തിന് സമാനമായ താപനില സംസ്ഥാനത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഘട്ടങ്ങൾ, ഇത്തരം സാഹചര്യങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഓരോ പൗരന്മാരും എന്ന കാര്യം ആവർത്തിച്ച് ഗവൺമെന്റ് വൃത്തങ്ങൾ അറിയിപ്പ് നൽകുന്നതും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.